ADHD മലയാളികൾക്ക് സുപരിചിതമല്ലാതിരുന്ന ഈ ഒരു അവസ്ഥ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ചയായി മാറിയത് ഫഹദ് ഫാസിലിന്റെ നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ വെളിപ്പെടുത്തലോടുകൂടിയാണ്. ADHD മാത്രമല്ല, പുതിയ കാലത്ത് പുത്തൻ പേരിട്ട് വിളിക്കുന്ന പല അവസ്ഥകളും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ഈ അവസ്ഥകളെ കുറ്റപ്പെടുത്തിയിരുന്നവരാണ് നമ്മൾ. എന്നാൽ പുതിയ കാലത്ത് ഇതൊന്നും ആരുടെയും കുറ്റമല്ലെന്ന് തിരിച്ചറിയുകയാണ്. സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികസനവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അഥവാ ADHD. ഇങ്ങനെ പറയുമ്പോഴും ഈ അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാണോ നമ്മൾ? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്കൊപ്പം അതിഥികൾ ചേരും. അജിത്ര എം സൈക്കാട്രിസ്റ്റ് ആണ്, മാഡം ചേരും. അതോടൊപ്പം തന്നെ സൈക്കോളജിസ്റ്റ് ആയ നിതിൻ എഫ്. രണ്ട് അതിഥികളും നമുക്കൊപ്പം വിശദമായി ചേരും. എന്താണ് ADHD എന്ന് പറയുന്നത്? യെസ്, നമ്മൾ ആദ്യം ഡോക്ടർ നിതിനിലേക്കാണ് പോകുന്നത്. സാർ, ഇതൊരു മെഡിക്കൽ യുഗം അല്ലെങ്കിൽ മെഡിസിൻ യുഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം പുതിയ ഒരുപാട് പേരുകൾ, പുതിയ ഒരുപാട് അസുഖങ്ങളൊക്കെ ഓരോ ദിവസവും നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. അതിന്റെ ഭാഗമാണ് ഈ ADHD തോന്നുന്നു. കാരണം ഫഹദ് തനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗാവസ്ഥയുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ മലയാളികൾ ഒന്നടങ്കം ഗൂഗിളിൽ പോയിട്ട് എന്താണ് ഇത് എന്ന് സെർച്ച് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം പണ്ടൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കുസൃതിയാണ് അല്ലെങ്കിൽ അവൻ ഭയങ്കര വികൃതിയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിന് അവൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്ന് പറയും. അല്ലെങ്കിൽ പണ്ട് നമ്മുടെ അവൻ അധികം സംസാരിക്കാത്ത ആളാണ്, അവൻ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ളത് ഇന്ന് നമ്മൾ ഇൻട്രോവേർട്ട് ആണ് അവനെന്ന് പറയും. അതോടൊപ്പം തന്നെ ചെറിയൊരു വിഷമം പണ്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സങ്കടമുണ്ട്, ഞാൻ ഒന്ന് മാറിയിരുന്നോട്ടെ എന്ന് ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ നേരെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഡിപ്രഷൻ എന്നാണ്. കാരണം അതൊക്കെ ഒരു ഫാഷൻ ആയി തുടങ്ങി. എനിക്ക് ഡിപ്രഷൻ ആണ്, ചെറിയൊരു സങ്കടം പോലും എനിക്ക് ഡിപ്രഷൻ ആണ് എന്നതിലേക്ക് മാറി. അത്രമാത്രം വാക്കുകളും പുതിയ ഒരു അവസ്ഥകളും വന്നൊരു സമൂഹമാണ്. എന്താണ് സാർ ഇത്രമാത്രം ഒരു മാറ്റം വരാനുള്ള ഒരു കാരണം, പുതിയ പുതിയ വാക്കുകൾ വരാനുള്ള കാരണം? അതെ, ഒരു ഓവർ ഡയഗ്നോസിസ് അതിൻ്റെതായ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സൈഡും ഉണ്ട്, യൂസ്ഫുൾ അല്ലാത്ത സൈഡും ഉണ്ട്. അപ്പം പലതിനും നമുക്കുണ്ടാവുന്ന ഒരു ഹ്യൂമൻ ലൈഫിലുണ്ടാവുന്ന ഡിഫിക്കൽറ്റീസിനെയൊക്കെ തന്നെ ഡയഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഒരു ഓവർ ഡയഗ്നോസിസ് സിറ്റുവേഷനിലേക്ക് പോകും. പക്ഷേ ഇതുകൊണ്ട് ട്രൂലി ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ നമുക്ക് റിയലി സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് അവരെ പ്രോപ്പറായിട്ട് ഡയഗ്നൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ആക്ടിവിറ്റികളൊക്കെ കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വളരെ നോർമലായിട്ടുള്ള വളരെ റിയൽ ആയിട്ടുള്ള ലൈഫ് അവർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള വസ്തുതയാണ്. ഇപ്പോൾ ഈ ADHDയുടെ കേസിൽ രണ്ട് പാർട്ടാണുള്ളത്. ആക്ച്വലി അറ്റൻഷൻ ഡെഫിസിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയും ഉണ്ട്. അപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഒരു ശ്രദ്ധക്കുറവ് പോലെയാണ്. ഒന്നിലും ശ്രദ്ധ ഇല്ലാതിരിക്കുക എന്നുള്ള ഒരവസ്ഥയാണ് അതിനകത്ത് കാണുന്നത്. പഠിക്കുന്ന കാര്യത്തിലാകാം, എന്തെങ്കിലും ടാസ്ക് ചെയ്യുന്ന കാര്യത്തിലാകാം, ഈവൻ കളിക്കുന്ന കാര്യങ്ങളിൽ പോലും ഒരു കാര്യത്തിനകത്ത് അറ്റൻറ്റീവ് ആയിട്ടിരിക്കുന്നതിനുള്ള ഒരു ഡിഫിക്കൽറ്റിയാണ് നേരിടുക. അതോടൊപ്പം തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അതായത് ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു സീറ്റിൽ ഇരിക്കാനുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോവുക, ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്തത് ചാടി ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു നേച്ചറും ഈ ADHDയുടെ ഫീച്ചറായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത് കൂടുതലും കുട്ടികളിലാണ് കാണുന്നു എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഇപ്പം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം അറ്റ്ലീസ്റ്റ് ഒരു 18 ഇയർ ഓൾഡൊക്കെ കഴിയുമ്പോൾ അവർ കുറേ കൂടെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി അവർ തന്നെ കൺട്രോൾ ചെയ്ത് മെച്യൂർഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം പോപ്പുലേഷനിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് പറയുകയാണെങ്കിൽ ചിൽഡ്രൻസിൽ ഇത് 5%, അഡൽറ്റിൽ 2.5% ആയിട്ടാണ് കാണുന്നത്. അതേസമയം അഡൽറ്റിലേക്ക് വരുമ്പോൾ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് അങ്ങനെ നിൽക്കുകയും അതേസമയം ഹൈപ്പർ ആക്ടിവിറ്റി കുറയുന്നതായിട്ടാണ് പൊതുവിൽ പഠനങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ അതിൻ്റെ ഒരു ട്രാൻസിഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും. അജിത്ര മാം കൂടെ നമുക്കിപ്പം ചേരുന്നുണ്ട്. മാം, ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു പുതിയ അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയൊരു അവസ്ഥയെക്കുറിച്ച്, അങ്ങനെ വിശേഷിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്, പുതിയൊരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അതിന്റെ ലക്ഷണങ്ങൾ, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഓൺലൈനിൽ പോലെ അതിന്റെ ലക്ഷണങ്ങൾ എഴുതി കാണിക്കുമ്പോൾ അത് വായിക്കുന്ന മലയാളിയെ സംബന്ധിച്ച് നമുക്ക് തോന്നുക എനിക്കും ആ അസുഖമുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്കും ആ ലക്ഷണമുണ്ടല്ലോ എന്ന്. ഏതെങ്കിലും ഒരു ലക്ഷണം കാണുമ്പോൾ നമുക്ക് തോന്നും, അപ്പോൾ നമുക്ക് സ്വയം തോന്നും എന്നാൽ എനിക്കും ആ അസുഖമുണ്ട് എന്ന്. പക്ഷെ ഇവിടെ ഫഹദ് ഫാസിൽ എന്ന നടൻ അദ്ദേഹത്തിന്റെ ആ രോഗാവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് 41ാമത്തെ വയസ്സിൽ തുറന്നു പറഞ്ഞ സാഹചര്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ശ്രദ്ധക്കുറവുണ്ട്, ഒരു കാര്യത്തിൽ തനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പലർക്കുമുള്ളൊരു അവസ്ഥയല്ലേ അത്?
അതായത് നമ്മള് ശ്രദ്ധക്കുറവ് നമുക്കുണ്ടല്ലോ, നമ്മളും കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷെ അതൊരു രോഗാവസ്ഥ ആകുന്നത് നമ്മുടെ ജീവിതത്തിന്, ദൈനംദിന ജീവിതത്തിനോ നമ്മുടെ വ്യക്തി ജീവിതത്തിനോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുമ്പോൾ മാത്രമാണ് അത് രോഗമാവുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ സമീപിക്കണം. അപ്പൊ നമുക്ക് അസുഖമുണ്ടോ എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാൻ പറ്റും. 1-2 ലക്ഷണങ്ങൾ വെച്ചിട്ടായിരിക്കില്ല നമ്മൾ ADHD എന്ന അസുഖം ഉണ്ടെന്ന് തീരുമാനിക്കുന്നത്. മറിച്ച് നമ്മൾ രോഗത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ വിശദമായിട്ട് ചോദിക്കും. അതും രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ വീട്ടിൽ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം മാത്രമായിരിക്കാം, സ്കൂളിൽ മാത്രമായിരിക്കാം. അങ്ങനല്ല, ഒന്നിലധികം സ്ഥലത്ത് രോഗലക്ഷണങ്ങൾ കാണണം. അതായത് ശ്രദ്ധക്കുറവിന്റെയും ഹൈപ്പർ ആക്ടിവിറ്റിയുടെയും ലക്ഷണങ്ങൾ ഒന്നിലധികം സ്ഥലത്ത് കാണുകയും നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് അത് അസുഖം എന്ന് പറയുന്നത്. തീർച്ചയായും. നിതിൻ സാർ, ഇപ്പം ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അവരുടെ മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമായിരിക്കും. കാരണം അവൻ മിടുക്കനായിരിക്കും, എല്ലാവരോടും സംസാരിക്കും, ഓടിക്കളിക്കുന്നു, ഗെയിമിൽ അവൻ മികച്ച ആളായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിനൊരു രോഗാവസ്ഥയായിട്ട് ഒരു കുടുംബത്തിന് അംഗീകരിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അതൊരു കുഞ്ഞുങ്ങളുടെ ഒരു സാധാ ബിഹേവിയർ തരത്തിലേക്ക് മാത്രം ഒതുങ്ങി പോവാറുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? അത് ശരിക്കും ഒരു രോഗാവസ്ഥ തന്നെയാണോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിളിക്കണമോ അതിനെ? അത് അങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ടൊരു കുട്ടി ആക്ട് ചെയ്യുമ്പോൾ ഒരു സ്മാർട്ടായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ അതിനകത്തുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലും അതേസമയം അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ് അവർക്കൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. കാരണം അതൊരു അക്കാഡമിക് പെർഫോമൻസിനെ ബാധിക്കുന്ന തരത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി പിന്നീട് സബ്സൈഡ് ചെയ്ത് കുറഞ്ഞു വരുമെങ്കിലും ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് നിൽക്കുമ്പോൾ ഇവർക്ക് പ്രോപ്പറായിട്ട് ഇരുന്ന് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് എഴുതുന്നതിനോ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിനോ പലപ്പോഴും ഒരു ഡിഫിക്കൽറ്റി നേരിടും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് അറിയുന്നില്ല. അപ്പം പാരൻസ് വിചാരിക്കുന്ന എൻ്റെ കുട്ടി പഠിക്കുന്നില്ല, ഇരിക്കുന്നില്ല, അടങ്ങിയിരിക്കുന്നില്ല എന്നൊക്കെയാണ്. അപ്പം ഈവൻ സ്മാർട്ടും ആയിരിക്കും അറ്റ് എ ടൈം അവരുടെ ഒരു ഇവാലുവേഷനിൽ. അപ്പോൾ അവിടെയാണ് ഒരു ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതായി വരുന്നത്. ഹൈപ്പർ ആക്ടിവിറ്റിയെക്കാളും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രോബ്ലമായിട്ട് വരുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് തന്നെയാണ്. സാർ, ഏത് ഘട്ടത്തിലാണ് നമുക്കത് അല്ലെങ്കിൽ ഒരു പാരൻസിന് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സ്വയം എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? തനിക്ക് ഈ ഒരു അവസ്ഥയുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇപ്പോൾ ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല, ഇപ്പോൾ വീട്ടിൽ വന്നാൽ ഇരുന്ന് പഠിക്കത്തില്ല, എപ്പോഴും എണീറ്റ് ചാടി നടക്കും, പഠിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ കഴിയില്ല. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഡയഗ്നൈസ് ചെയ്യണമെങ്കിൽ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും ഈ പറഞ്ഞ സിംറ്റംസ് ആ കുട്ടിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുകയും എല്ലാ ഡൊമൈനിലും സോഷ്യൽ, ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ അക്കാഡമിക്, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, ഇതിലെല്ലാ ഡൊമൈനിലും ഈ കുട്ടിയുടെ ബിഹേവിയറും റെസ്പോൺസും എല്ലാം തന്നെ അഫക്റ്റഡ് ആവുകയും ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്കത് അങ്ങനെ ഡയഗ്നൈസ് ചെയ്യാനായിട്ട് കഴിയുക. അപ്പം അതിനകത്ത് ക്രൈറ്റീരിയയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ബുക്ക് വായിക്കുക അല്ലെങ്കിൽ ഒരു ഡൊമൈനിൽ മാത്രം അഫക്റ്റഡ് ആവുക എന്നുള്ളതല്ല. അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും ഇത് മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരിൽ ഈ സിംറ്റംസ് കാണുമ്പോൾ മാത്രമേ നമുക്ക് അവരിൽ ADHD ഉണ്ട് എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും. അജിത്ര മാം, ഇപ്പോൾ ഫഹദ് ഫാസിൽ എന്ന നടൻ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് വെളിപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് 41ാമത്തെ വയസ്സിലാണ് താൻ ഇത് തിരിച്ചറിഞ്ഞത്. ഇതിനു മുൻപായിരുന്നെങ്കിൽ കുഞ്ഞുനാളിലെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് ചികിത്സിച്ച് മാറ്റാമെന്നാണ് തന്റെ ഡോക്ടർ നിർദ്ദേശിച്ചതെന്ന്. എന്തുകൊണ്ടായിരിക്കാം ഇത്ര പ്രായം? അല്ലെങ്കിൽ പൊതുവെ പറയുന്നത് കുഞ്ഞുങ്ങളിലാണ് ഈ ഒരു അവസ്ഥ കൂടുതൽ ഉള്ളത് എന്നാണ്, മുതിർന്നവരിൽ കുറവാണ് എന്ന് പറയുന്നു, പഠനങ്ങൾ പറയുന്നു, ഡോക്ടർമാർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മുതിർന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ 41ാമത്തെ വയസ്സിൽ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചികിത്സ ഉണ്ടാവില്ലേ? അതെങ്ങനെ മാറ്റാൻ സാധിക്കും? അതെ, ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സ കൂടുതൽ ഫലപ്രദമാകും. പക്ഷെ പലപ്പോഴും കുട്ടിക്കാലത്ത് ഇതുപോലെ വീട്ടുകാര് കുഴപ്പമില്ല, സ്മാർട്ടാണ്, ഓടിച്ചാടി നടക്കും, വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. സ്കൂളിലും കണ്ടെത്തിയെന്ന് വരില്ല. നമ്മള് വികൃതിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരില്ല. ചിലർക്കാണെങ്കിൽ വലുതാകുമ്പോഴത്തേക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കുറയും. പക്ഷെ ഈ അറ്റൻഷൻ കുറവായിരിക്കുന്നത്, ശ്രദ്ധ കുറവ്, അത് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ ഈ ഹൈപ്പർ ആക്ടിവിറ്റി, വികൃതി, ഓടിച്ചാടി നടക്കുക, മറ്റുള്ളവരുമായിട്ട് ബുദ്ധിമുട്ടിക്കുക, ഇപ്പൊ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, ജോലി സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നില്ല, അത് കുറയുമ്പോൾ മറ്റുള്ളവർ ഇത് കണ്ടുപിടിക്കുന്നത് കുറവായിരിക്കും. പക്ഷെ ശ്രദ്ധക്കുറവ്, ഇത് കുറെ പേർക്കൊക്കെ ശ്രദ്ധക്കുറവ് ബാക്കിയുണ്ടാവും. അപ്പൊ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് നമ്മൾ വളരെയധികം ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ടാസ്ക് നമുക്ക് ശ്രദ്ധ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനുള്ളതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അത് ജോലിയിലും ബുദ്ധിമുട്ടുണ്ടാകാം, വ്യക്തി ജീവിതത്തിലും അപ്പോയിന്റ്മെന്റ് ഒക്കെ മറന്നു പോകുക, അങ്ങനെ കോൺവെർസേഷൻസ്, സംസാരിക്കുന്നത് കേട്ടിരിക്കാനുള്ള ശ്രദ്ധക്കുറവൊക്കെ ഉണ്ടാകാം.
പക്ഷെ ചെറുപ്പത്തിൽ ചികിത്സിച്ചില്ല എന്ന് വെച്ച് വലുതായിട്ട് കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഒരു തരത്തിലും കുറയ്ക്കാൻ പറ്റില്ല എന്നില്ല. നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സൈക്കോതെറാപ്പി മരുന്നും കൊണ്ട് വലുതായവരിലും അഡൾട്ട്സിലും നമുക്ക് ശ്രദ്ധക്കുറവും ഹൈപ്പർ ആക്ടിവിറ്റിയും കുറയ്ക്കാൻ സാധിക്കും. തീർച്ചയായും നിതിൻ സാർ, ഇപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധക്കുറവാണ് പ്രധാനമായും പറയുന്ന ഒരു ലക്ഷണം. അപ്പോൾ എന്റെ സംശയം ഇതാണ്, ഇത്രമാത്രം പ്രശ്നമുള്ളതാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഫഹദ് ഫാസിൽ എന്നൊരു നടൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിജയിച്ചൊരു നടനാണ്, അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അദ്ദേഹമാണ് ഈ ഒരു വാക്ക് ഇപ്പോൾ മലയാളികൾക്ക് സംബന്ധിച്ച് സുപരിചിതമാക്കി കൊടുത്തത്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം ശ്രദ്ധ വേണ്ട ഒരു ഫീൽഡിൽ അദ്ദേഹത്തിന് ഇത്ര വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചത്, ഈ രോഗാവസ്ഥ ഉള്ളപ്പോൾ പോലും? അല്ല, ഒരാൾ സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവാം. എബിലിറ്റി ഉണ്ടാവാം, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം, ലക്ക് ഫാക്ടേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സിംഗിൾ ഡയമെൻഷനിൽ കാണുന്നത് നമ്മളതിനെ ചുരുക്കി കാണുന്നതായിരിക്കും. അപ്പോൾ ഫഹദ് ഫാസിലിന് ഈ രീതിയിലേക്കുള്ള ഒരു ഹൈപ്പർ സക്സസ്ഫുൾ സിറ്റുവേഷനിലേക്ക് വരാൻ ഇതൊരു ഹിൻഡറൻസ് ആയിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അല്ലാതെ ഒരിക്കലും നമുക്ക് ഏതെങ്കിലും ഒരു കാരണമാണ് ഹൈപ്പർ സക്സസ്ഫുൾ ആവുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള എബിലിറ്റി, ഓപ്പർച്യൂണിറ്റി, ലക്ക്, അതുപോലെ റിസോഴ്സസ്, ഇതെല്ലാം തന്നെ ഒരാളെ ഹൈപ്പർ സക്സസ്ഫുൾ ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ പുള്ളിക്കാരൻ അതെല്ലാം തന്നെ വളരെ ബെസ്റ്റായിട്ട് യൂസ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞൊരു ADHD എന്ന് പറഞ്ഞൊരു പ്രോബ്ലം പുള്ളിക്കാരനെ അഫക്റ്റ് ചെയ്തില്ല എന്നുള്ളത് ഒരു റിയാലിറ്റി ആയിട്ട് നമുക്ക് ചുറ്റും ഇപ്പോൾ നിലനിൽക്കുകയാണ്. വലിയൊരു അവസ്ഥയായിട്ടൊന്നും കാണേണ്ട സാഹചര്യം ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? വലിയൊരു അവസ്ഥയായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നതിലുപരി ഈ അസുഖത്തിനെ കുറിച്ച്, അതായത് മാനസിക അസുഖം ഉണ്ടെന്ന് പറയുന്നതിൽ നാണിക്കേണ്ട ആവശ്യമില്ല. മാനസിക അസുഖം, ശരീരത്തിന് അസുഖം വരുന്നത് പോലെ തന്നെ ഒരു അസുഖമാണ് മാനസിക അസുഖം. അത് തുറന്നു പറയാനും ചികിത്സ തേടാനും മടിക്കേണ്ട എന്നൊരു സന്ദേശമാണ് ഇതിൽ കൂടെ നൽകുന്നത്. അതും ഒരു സെലിബ്രിറ്റി തന്നെ തുറന്നു പറയുമ്പോൾ സാധാരണ ആൾക്കാർ, ഇപ്പൊ തന്നെ ADHD കുറിച്ച് കേരളത്തിലുള്ളവരൊക്കെ കൂടുതൽ അറിയുകയാണ്. അപ്പൊ ADHD ഉള്ള കുട്ടികളിലാകട്ടെ വലിയ ആൾക്കാരിലാകട്ടെ അവർക്ക് ചികിത്സ തേടാൻ ഇത് കൂടുതൽ സഹായകമാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു സ്പെക്ട്രം പോലെയാണ്. അതായത് ചെറിയ രീതിയിൽ അസുഖമുള്ളവരുണ്ടാകാം, വലിയ രീതിയിൽ അസുഖമുള്ളവരുണ്ടാകാം. ചെറിയ രീതിയിൽ അസുഖമുള്ളവര് ചിലപ്പോ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ചെറുപ്പത്തിന് അനുഭവിക്കും. പ്രായമാകുമ്പോൾ, വലുതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറയും. വലിയ കുഴപ്പമില്ലാതെ പുറത്ത് കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു പോകാം. പക്ഷെ മറ്റു ചിലർക്ക് ഈ അസുഖം നല്ല തീവ്രമായിട്ടുള്ള ചിലർക്ക്, ഇപ്പൊ കുട്ടികളാണെങ്കിൽ ഓടിച്ചാടി നടന്ന് കൈ ഒടിക്കുക, കാലൊടിക്കുക, മറ്റുള്ളവരായിട്ട് അടികൂടുക, പിന്നെ ലഹരി വസ്തുക്കൾ ചികിത്സിച്ചില്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അക്രമാസക്തി കൂടാനുള്ള സാധ്യതയുണ്ട്. അത് അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചിരിക്കും. അപ്പോൾ അസുഖം ഏതളവിലാണെങ്കിലും സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കാണിച്ച് സൈക്കോതെറാപ്പിയും ശരിയായ ചികിത്സയും എടുത്താൽ നമുക്ക് അവരുടെ ജീവിതം കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ സഹായിക്കും. തീർച്ചയായും. നിതിൻ സാർ, നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് പുതിയ വാക്കുകൾ പറഞ്ഞു, ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു, നമ്മൾ അത് ഡിപ്രഷന്റെ കാര്യം പറഞ്ഞു, അതേപോലെ ADHD. എന്താണ് ഇതൊന്നുമല്ലാതെ പുതിയ വേറെ കുറച്ച് രോഗാവസ്ഥകളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്? ഞങ്ങൾ മലയാളികൾക്ക് അറിയാൻ ആകാംക്ഷയുണ്ട്. കാരണം ഇനി മറ്റൊരു സെലിബ്രിറ്റി വന്ന് ആ ഒരു വാക്ക് പറയുമ്പോഴായിരിക്കും നമ്മൾ അതിന് പിന്നാലെ പോകാതെ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കാണിക്കുക. ഈ ADHD പോലെ വേറെ സെലിബ്രിറ്റികൾ പിന്നെ പബ്ലിക്കലി അക്നോളജ് ചെയ്യുന്ന വേറൊരു അസുഖമാണ് നമ്മുടെ ഒരുപാട് അസുഖങ്ങൾ പറയാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഈ OCD എന്ന് പറയും, ഒബ്സസീവ് കമ്പൽസീവ് ആയിട്ടുള്ള ഡിസോർഡർ. അതിൻ്റെ ഫീച്ചേഴ്സ് കാണിക്കും. ചില സെലിബ്രിറ്റീസൊക്കെ അത് പബ്ലിക്കലി അക്നോളജ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ എത്രത്തോളം കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ ഡിപ്രഷൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈവൻ ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സാഡോ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉള്ളവരൊക്കെ തന്നെ ഇപ്പോൾ എനിക്ക് ഡിപ്രഷനാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ സാഡെന്നോ ഡിസപ്പോയിൻമെൻറ്റോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഐഡൻറ്റിറ്റി അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഡിപ്രഷൻ എന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ആക്ച്വലി അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ടെർമിനോളജി അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഡിപ്രഷൻ എന്താണ്? കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡിപ്രഷന് പ്രധാനമായിട്ടും 3 സിംറ്റംസ് ആണുള്ളത്. ഒന്ന്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്.
പാനിക് സ്റ്റേറ്റിലേക്ക് പോവുക, ആ നോർമൽ മൂഡിൽ നിന്ന് താഴേക്ക് വരുമ്പോഴാണ് ഡിപ്രസീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുക. അതുപോലെ തന്നെ ക്ഷീണം, ഇത് മൂന്നും പ്രധാനമായിട്ടും ഡിപ്രഷനുള്ള ആൾക്കാരിൽ ഉണ്ടാവുക എന്നുള്ളതും ഇത് തുടർന്ന് 2 ആഴ്ച ഉണ്ടായിരിക്കുക എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഒപ്പം എല്ലാ മാനസിക അസുഖത്തിനും അല്ലെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയാണ് ഈ ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ ഈ സിംറ്റംസ് കാരണം നമ്മുടെ സോഷ്യൽ ഒക്യുപ്പേഷണൽ ഫാമിലി ഫങ്ഷനിങ്ങിനെയൊക്കെ ബാധിക്കുക എന്നുള്ളത്. അല്ലാതെ ഇതൊന്നും ബാധിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ ഫെയിലുവർ ഉണ്ടായി, അപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു, ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ ഫാമിലിയിലെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസൊക്കെ നന്നായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അതൊരിക്കലും നമുക്ക് ഡിപ്രഷൻ എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ 2 ആഴ്ച തുടർച്ചയായിട്ട് ഉണ്ടാവുകയും നമ്മുടെ ദൈനംദിന ഫങ്ഷനിങ്ങിനെ ബാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ഡിപ്രഷൻ എന്നുള്ള രീതിയിലേക്ക് പറയാനായിട്ട് കഴിയുക എന്നുള്ളത് നമ്മളെപ്പോഴും മാം, ഇപ്പോൾ ഈ പ്രധാനമായും ADHDയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഈ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയ്ക്ക് എന്ത് ചികിത്സയാണുള്ളത്? കാരണം പൊതുവെ നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് ഒരു ചെറിയ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒരുപാട് നാളുകൾ തുടർച്ചയായുള്ള ഒരു അസുഖത്തിന് ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്ന പൊതുവെ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പ്രായമാകുമ്പോൾ, ഒരു കൗമാര പ്രായമാകുമ്പോൾ ഈ അവസ്ഥയൊക്കെ ഒരു പരിധിവരെ കുറയുമെന്നത്. അതിൽ എത്രമാത്രം ശരിയുണ്ട് ഡോക്ടർ? ADHD ഒരു അഡൽട്ട് ആകുമ്പോഴത്തേക്ക് കുറച്ച് പേർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കുറയും, പക്ഷെ ഇന്നറ്റൻഷൻ അപ്പോഴും നിൽക്കാം. പക്ഷെ ഈ ഒരു അഡൽട്ട് ആകുന്നവരെ, അതായത് സ്കൂളിൽ പഠിക്കുന്ന പ്രായം, അതായത് ഒരു കുട്ടിയുടെ ഭാവി തന്നെ നിർണ്ണയിക്കപ്പെടുന്നത് ആ പ്രായത്തിലാണ്. ആ പ്രായത്തിൽ ഇത് ചികിത്സിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല, പഠനത്തിൽ പിന്നോട്ട് പോകാം, പഠനത്തിന് ബുദ്ധിമുട്ട്, പിന്നീട് സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ട്, വീട്ടിൽ ബുദ്ധിമുട്ട്, പിന്നെ മറ്റുള്ളവരുമായിട്ട് ബന്ധം, സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ ബുദ്ധിമുട്ട്, ആത്മവിശ്വാസക്കുറവ്, എപ്പോഴും തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കുണ്ടാകുന്ന മനോവിഷമം, അങ്ങനെ പല ബുദ്ധിമുട്ടിലോട്ടും കടക്കാം. മാത്രമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാം, അക്രമാസക്തി ഉള്ളവരിലോട്ട് പോകാം, അങ്ങനെ മറ്റ് വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് ചികിത്സ എടുത്തില്ലെങ്കിൽ ADHD നയിക്കാം. അതായത് മാം പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള രോഗാവസ്ഥ, മാനസികാവസ്ഥയുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികളെ അവരുടെ സുഹൃത്തുക്കൾക്ക്, അവരുടെ വീട്ടുകാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണോ? വീട്ടുകാർ, സുഹൃത്തുക്കൾക്ക് ചേർത്ത് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നല്ല, നമ്മൾ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അതായത് ഇവരുടെ ബുദ്ധിമുട്ടുകൾ ശരിക്കും നമ്മൾ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കാണിച്ച് ഡയഗ്നോസ് ചെയ്ത് സൈക്കോതെറാപ്പിയും ആദ്യം നമ്മൾ പാരന്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. പാരന്റ് മാനേജ്മെന്റ് ടിപ്സ് കൊടുക്കും, ADHD ഉള്ള കുട്ടികളോട് എങ്ങനെയാണ് പാരന്റിങ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം അത് മരുന്നും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ അസുഖം വളരെ നല്ല രീതിയിൽ കുറയ്ക്കുകയും കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും. തീർച്ചയായും ഒരുപാട് പറഞ്ഞോളൂ മാഡം. അതായത് ശരിക്ക് ഡയഗ്നോസ് ചെയ്യുകയും ശരിയായ സമയത്ത് ചികിത്സിക്കുകയും ചെയ്യുമ്പോൾ അത് കാരണമുള്ള ബുദ്ധിമുട്ട് നമ്മൾ അടുത്തതായി വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ 2ാം സമ്മാനം നറുക്കെടുക്കുന്നു. 1 കോടി രൂപയാണ് 2ാം സമ്മാന തുക. 1 കോടി രൂപ 6 സീരീസുകൾക്കാണ് നൽകുന്നത്. ആകെ 6 കോടി രൂപയാണ് 2ാം സമ്മാന തുക. ആദ്യമായി VA സീരീസ് നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി പാർവതി അയ്യമ്മനോട് അഭ്യർത്ഥിക്കുന്നു. VA സീരീസിന് സമ്മാനാർഹമായ നമ്പർ VA 205272. VA 205272. VB സീരീസ് നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി സത്യവതിയോട് അഭ്യർത്ഥിക്കുന്നു. VB സീരീസിന് നറുക്കെടുത്ത നമ്പർ VB 986812. ഈ നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല. നറുക്കെടുപ്പ് മെഷീനിന്റെ സംവിധാനം അനുസരിച്ച് 9,99,999 വരെയുള്ള നമ്പറുകൾ നറുക്കെടുക്കപ്പെടാവുന്നതാണ്. എന്നാൽ ഈ വർഷത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറി 7,99,999 വരെയുള്ള ടിക്കറ്റുകളാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി സത്യവതിയോട് അഭ്യർത്ഥിക്കുന്നു. VB സീരീസിന് സമ്മാനാർഹമായ നമ്പർ VB 429.
ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളതൊരു വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് സർ? ഇപ്പോൾ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കുട്ടികളെ അവരുടെ കൂടെ കൂട്ടാനായിട്ട് കഴിയും. പല കാര്യങ്ങളും ചെറിയ ചെറിയ ടാസ്കുകൾ അവർക്ക് കൊടുത്ത് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും. ഇതിന് പകരം ഒന്നുകിൽ കുട്ടികളൊക്കെ മൊബൈൽ എടുത്ത് വെച്ച് സ്ക്രോൾ ചെയ്തിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും പടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആക്ച്വലി ഇത് രണ്ടും അവരുടെ ഓവറോൾ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് പാരൻസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് കുട്ടികൾ ചെയ്യുമ്പോഴാണ് അവർക്ക് കുറെ കൂടെ ഈ വേൾഡിനെ കുറിച്ച് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവയർനെസ് അവരുടെ ഒരു സെൽഫിൽ ഉണ്ടാവുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ പാരന്റിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ചേഞ്ച് തീർച്ചയായിട്ടും പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ADHD എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ സൂചിപ്പിച്ച ഫുഡ് ഇൻടേക്കിൻ്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗ്ലൂട്ടൻ കണ്ടന്റ് കൂടിയ ഫുഡ്, അതുപോലെ തന്നെ പാക്കേജ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫുഡ്, ഈ മിൽക്ക്, അതിൻ്റെ പ്രോഡക്റ്റ്. ഇപ്പോൾ കുട്ടികളൊക്കെ എന്ത് പറഞ്ഞാലും പറയുന്നതിന് മുമ്പേ പാരൻസ് വാങ്ങിക്കൊടുക്കുകയാണ്, ഓവറായിട്ട് അവർക്ക് ഫ്ലഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു നീഡ്സിനെ കുറിച്ചും വാൺസിനെ കുറിച്ചും അതിനൊക്കെ എന്തോരം വാല്യൂ ഉണ്ട് എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതും വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ തന്നെ പലപ്പോഴും ഇതുപോലുള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒന്നിനും വാല്യൂ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കുട്ടികൾ വളർന്നു വരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ പാരൻസ് പലപ്പോഴും മൊബൈൽ എടുത്ത് കൊടുത്തിട്ട് അവരെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാതെ മൊബൈൽ നോക്കി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പാരൻസ് ശ്രമിക്കുന്നത്, അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊരിക്കലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പാരന്റിങ് സ്ട്രാറ്റജി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പലരും ഒരു എളുപ്പ വഴിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, പക്ഷേ അതുകൊണ്ട് പല ദോഷങ്ങളും ഉണ്ടാകുന്നു എന്നുള്ള വസ്തുത പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിലെ യങ്ങർ കപ്പിൾസ് മനസ്സിലാക്കേണ്ട വളരെ ഒരു യാഥാർത്ഥ്യമുള്ള കാര്യമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. തീർച്ചയായും. അജിത്ര മാം, നമ്മളിപ്പോൾ പറഞ്ഞു ഇത്തരത്തിലുള്ള ADHD ഒക്കെയുള്ള മാനസികാവസ്ഥയിലെ കുഞ്ഞുങ്ങൾക്ക് അവർ പല കാര്യത്തിലും മുന്നിലായിരിക്കും, ഗെയിമിൽ മുന്നിലായിരിക്കും, പല കാര്യത്തിലും അവർ മുന്നിലായിരിക്കും. പെട്ടെന്ന് ആ മുൻപന്തിയിൽ നിൽക്കുന്നതിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നതും ഇതേ അവസ്ഥ തന്നെയാണോ? ഈ ADHD എന്ന് തന്നെ അതിനെയും നമുക്ക് പറയാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളായിരിക്കുമോ കാരണം? ADHD ഉള്ളവർക്ക് മറ്റു മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ADHD-യിൽ ശ്രദ്ധക്കുറവും ഹൈപ്പർ ആക്ടിവിറ്റിയുമാണ് കൂടുതൽ. പക്ഷെ ADHD ഉള്ള കുട്ടികളാകട്ടെ, അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാകട്ടെ, പെട്ടെന്ന് ആക്ടിവിറ്റി കുറയുകയും ഉൾവലിയുകയും സംസാരമൊക്കെ കുറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു മാനസിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടെ നോക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഡിപ്രഷൻ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കാം, അങ്ങനെ മറ്റു പ്രശ്നങ്ങളായിരിക്കാം, ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ അത് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു അസുഖം ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും ആ അസുഖം കാരണമാവണമെന്നില്ല. അപ്പോൾ അതിന് ശരിയായിട്ട് ഡോക്ടറിനെ സമീപിച്ച് എന്താണെന്ന് കണ്ടെത്തി ചികിത്സിക്കേണ്ടി വരും, ചികിത്സ ആവശ്യമാണെങ്കിൽ. തീർച്ചയായും. നിതിൻ സാർ, അവസാനമായ ഒരു ചോദ്യം, എനിക്ക് സമയക്കുറവുണ്ട്. ഇതിനു മുൻപ് ഏതെങ്കിലും ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും അവസ്ഥകളെ തുറന്നു പറഞ്ഞതായിട്ട് അറിയാമോ? അതോടൊപ്പം ഒരു ചോദ്യം കൂടി, ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ ഈ അവസ്ഥയിൽ? ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്, ഞാൻ പുള്ളിക്കാരുടെ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, യൂറോപ്യൻ കൺട്രിയിലുള്ള ഒരു വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗ്രീറ്റ തുൻബർഗ്, അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരിയും ഇതുപോലെ OCD-യുടെ ബുദ്ധിമുട്ട് പുള്ളിക്കാരിക്കുണ്ട് എന്ന് ചില വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ പുള്ളിക്കാരി പബ്ലിക്കായിട്ട് അക്നോളജ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ ചിലർ അക്നോളജ് ചെയ്യുന്നുണ്ട്. അത് ചിലർ പബ്ലിസിറ്റി പോലെ ആയിരിക്കാം ചിലർക്ക് വരുന്നത്, ചില ആൾക്കാർക്ക് അത് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു അവയർനെസ് പോലെയും വരുന്നുണ്ട്. എന്തായാലും നമ്മൾ അറിയുന്നത് എപ്പോഴും നല്ലതാണ്, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടും പ്രോപ്പറായിട്ടും അതിൻ്റെതായ പ്ലേസിൽ യൂസ് ചെയ്യുമ്പോഴാണ് അത് ഹെൽപ്ഫുൾ ആവുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഡയറക്ഷൻ മാറ്റി വിടും, അത് നമ്മളെ ഡിസ്ട്രക്റ്റീവ് ആക്കും എന്നുള്ളതും ഒരു വസ്തുതയാണ്. ശരി. അപ്പൊ എന്തായാലും ഇനി പറയാനുള്ളത് ഇതാണ്, പോരായ്മകളില്ലാത്തവരായ ആരുമില്ല. പ്രത്യേകിച്ച് കുട്ടികളിലെ പോരായ്മകൾക്ക് അവരെ ശിക്ഷിക്കുകയല്ല വേണ്ടത്, അത് തിരിച്ചറിഞ്ഞ് അവരെ കൈപിടിച്ചുയർത്തുകയാണ് വേണ്ടത്. ഇത്തരം ചർച്ചകൾ ഇതിന് സഹായകമാവുമെങ്കിൽ, ഏതെങ്കിലും പാരന്റ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സഹായകമാവുമെങ്കിൽ ഞങ്ങൾക്കും വലിയ സന്തോഷം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത 2 അതിഥികൾക്കും നന്ദി, നമസ്കാരം.